നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചെൽസി ആർ പ്രിപ്പയറിംഗ് എ €160 million ഓഫർ ടു സൈൻ വിനി ജൂനിയർ. ഗാർഡിയൻ്റെ റിപ്പോർട്ടാണ്. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ റൂമറുകൾ പ്രചരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ഏതായാലും ദി ഗാർഡിയൻ്റെ ഈ വാർത്തയാണ് വലിയ രൂപത്തിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. എന്തായാലും ഇത് റൂമർ മിൽ എന്നുള്ളവരുടെ പങ്ക്തിയിലാണ് അവരിത് അവതരിപ്പിക്കുന്നത്. റൂമർ സ്റ്റേജിലാണ് ഇപ്പോഴുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. വിൽ ഉൻവിൻ എഴുതുന്ന ലേഖനത്തിൽ അവർ പറയുന്നു, ഫുട്ബോൾ ട്രാൻസ്ഫർ റൂമേഴ്സ് ചെൽസി ടു സ്പ്ലാഷ് ക്യാഷ് ഓൺ വിനി ജൂനിയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത. അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: 135 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയറെ സ്വന്തമാക്കാൻ വേണ്ടി ചെൽസി വീശി എറിഞ്ഞേക്കും. 135 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് €160 million എന്ന് പറയുന്നത്. ബ്രസീലിയൻ താരം ഇപ്പോൾ സ്പാനിഷ് ക്യാപിറ്റൽ അതായത് മാഡ്രിഡിൽ ഹാപ്പിയല്ല. എല്ലാ തരത്തിലുള്ള വാർത്തകളും അതാണ് സൂചിപ്പിക്കുന്നത്. താരത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് 2027 ജൂൺ മാസം വരെയാണുള്ളത്. എന്നാൽ ഇതുവരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇത് ഈ ഒരു ട്രിഫിളിംഗ് സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഒരു പോസിബിലിറ്റി ഓഫ് സെയിൽ, ഒരു പോസിബിൾ സെയിലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേക്കും. കാരണം അടുത്തൊരു 18 മാസത്തിനുള്ളിൽ ഫ്രീ ഏജൻ്റായിട്ട് വിനി പോകുന്നതിനേക്കാൾ അദ്ദേഹത്തെ സെയിൽ ചെയ്യാൻ റയൽ മാഡ്രിഡും തയ്യാറാവും എന്നാണ് ഇപ്പോൾ വിൽ ഉൻവിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അതിപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും വിനി കോൺട്രാക്റ്റ് പുതുക്കുന്നില്ലെങ്കിൽ പിന്നെ കാര്യം ഉറപ്പാണ്. 2026 സമ്മർ, ഈ വർഷത്തെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് വിറ്റൊഴിവാക്കിയേക്കും. സൗദി അറേബ്യൻ ടീമുകൾ താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വരുന്ന വാർത്തകളാണ്. അതേസമയം ചെൽസിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നിലവിൽ റൂമർ സ്റ്റേജിൽ മാത്രം നിൽക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ അത്തരത്തിലുള്ള സാധ്യതയുണ്ട് എന്ന് ഗാർഡിയനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.